അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ ഇടുക്കി പാക്കേജിൽ നിന്നും 8.94 കോടി രൂപ അനുവദിച്ച സർക്കാർ ഉത്തരവായതായി അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. കാത്ത് ലാബ് സ്ഥാപിക്കാൻ കെട്ടിട സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ ഇടപെടലിലൂടെ കാത്ത് ലാബ് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രധാനമായി ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ആശുപത്രിയുടെ പുതിയ OP ബ്ലോക്കിന്റെ കെട്ടിട ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. ഇതിന് കരുത്താകുന്നതാണ് കാത്ത് ലാബുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാർ ഇടപെടൽ. ആശുപത്രിയിൽ കാത്ത് ലാബ് സ്ഥാപിക്കാൻ ഇടുക്കി പാക്കേജിൽ നിന്നും 8.94 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായതായി അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. ചിരകാല സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള 12.5 കോടിയുടെ കെട്ടിടം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന ദിവസം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കാത്ത് ലാബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 8.94 കോടി രൂപ ഇന്നലെ അനുവദിച്ച് ഉത്തരവായി. അതുമാത്രമല്ല, അടിമാലിയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള 5 കോടി രൂപ വീണ്ടും ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലേക്കായി പണിയുന്നതിന് വേണ്ടി 5 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാത്ത് ലാബ് സ്ഥാപിക്കാൻ കെട്ടിട സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ ഇടപെടലിലൂടെ കാത്ത് ലാബ് പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. ആശുപത്രിയിൽ പൂർണ്ണതോതിൽ കാത്ത് ലാബ് യാഥാർത്ഥ്യമായാൽ തോട്ടം, ആദിവാസി ഇടങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്കുൾപ്പെടെ അത് ഏറെ പ്രയോജനപ്രദമാകും. സിറ്റി വിഷൻ, അടിമാലി.